ഉറ്റുനോക്കാൻ പോകുന്നത് ഹൈക്കോടതിയിൽ നടക്കുന്ന അസാധാരണ നീക്കങ്ങളിലേക്കാണ്. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട അസാധാരണ നടപടികളിലേക്ക് ഹൈക്കോടതി കടന്നിരിക്കുന്നു. വീണ്ടും സ്വമേധയാ ഹർജി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് കോടതി. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശമനുസരിച്ചാണ് രജിസ്ട്രിയുടെ ഈ നടപടി. സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നാളെ തന്നെ പരിഗണിക്കുകയും ചെയ്യും. ഹൈക്കോടതിയിലെ നടപടിക്രമങ്ങളെല്ലാം രഹസ്യ സ്വഭാവത്തിലായിരിക്കും എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. ശബരിമല ദ്വാരപാലക ശില്പപാളികൾ സംബന്ധിച്ച ഹർജിക്കൊപ്പം ഇത് പരിഗണിക്കുകയും ചെയ്യും. വിവരങ്ങളുമായി നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് നമുക്കൊപ്പം ചേരുന്നു. പ്രകാശ്, എൻ വാസു കൂടുതൽ കുരുക്കിലേക്കെന്നുള്ള വാർത്തകൾ വരിക. വാസു അറിഞ്ഞുകൊണ്ടാണ് സ്വർണം ചെമ്പെന്ന് എഴുതാൻ നിർദ്ദേശമുണ്ടായത് എന്നുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് വരിക. ഈ ഒരു സാഹചര്യത്തിൽ കൂടി ഇങ്ങനെ വീണ്ടും ഹൈക്കോടതി സ്വമേധയാ ഹർജി രജിസ്റ്റർ ചെയ്യുക അസാധാരണ ഒരു നടപടിയാണ് എന്ന് തോന്നുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുക. ഒരുപക്ഷെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു വലിയൊരു ട്വിസ്റ്റിലേക്ക് കടക്കാനുള്ള ഒരു ഘട്ടമാകുമോ നാളെ ഹൈക്കോടതിയിൽ പ്രതീക്ഷിക്കേണ്ടത്? നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സ്വർണ്ണക്കൊള്ളയിൽ സ്വമേധയാ സ്വീകരിച്ച ഒരു ഹർജിയാണ് നാളെ പരിഗണനയ്ക്ക് വന്നത്. നേരത്തെയും സ്വമേധയാ ഇക്കാര്യത്തിൽ ദേവസ്വം ഡിവിഷൻ ബെഞ്ച് ഹർജികൾ പരിഗണിച്ചിരുന്നു. ആ കൂട്ടത്തിൽ തന്നെയാണ് നാളെ ഈ ഹർജി പരിഗണിക്കുക. നേരത്തെ രജിസ്റ്റർ ചെയ്തിരുന്ന ഹർജിയിൽ സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യ സൂത്രധാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ സ്ഥാപനവും കക്ഷികളായിരുന്നു. ഇരു സ്ഥാപനങ്ങളെയും കോടതി അധികമായി കക്ഷി ചേർക്കുകയായിരുന്നു. പുതിയ കേസിലെ കണ്ടെത്തലുകളും ഉദ്യോഗസ്ഥരുടെ നിഗമനങ്ങളും വളരെ രഹസ്യ സ്വഭാവത്തിൽ നിലനിർത്തുന്നതിനാണ് പുതിയ ഹർജി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഹൈക്കോടതി സ്വമേധയാ രജിസ്റ്റർ ചെയ്ത ഹർജിയിലായിരിക്കും നാളെ വാദം കേൾക്കുക. പ്രത്യേക അന്വേഷണ സംഘം നാളെ ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. സീൽ വെച്ച കവറിലാണ് ഇത് നൽകുക. 2 ആഴ്ച കൂടുമ്പോൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കണം എന്ന് നേരത്തെ തന്നെ നിർദ്ദേശമുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ തവണ 2 ആഴ്ച മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിക്ക് കൈമാറിയിരുന്നു. ഇത് 2ാം തവണയാണ് വീണ്ടും SITയുടെ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുമ്പാകെ നാളെ വരുന്നത്. കേസിൽ നടപടിക്രമങ്ങൾ പൂർണ്ണമായി രഹസ്യ സ്വഭാവത്തിലാണ് നടക്കുന്നത്. ഒപ്പം തന്നെ അന്വേഷണ സംഘത്തിനും കൃത്യമായ നിർദ്ദേശം കോടതി നൽകിയിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾക്കോ പുറത്തോ പ്രസിദ്ധീകരിക്കാനോ കഴിയാത്ത സാഹചര്യം, ഒപ്പം പുറത്ത് അറിയരുത് എന്ന കർശനമായ നിർദ്ദേശമുണ്ട്. നാളെയും ഈ നടപടികളെല്ലാം രഹസ്യ ക്യാമറയിൽ തന്നെയായിരിക്കും നടക്കുക. CN പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. മുൻ ദേവസ്വം കമ്മീഷണറും ബോർഡ് പ്രസിഡന്റുമായിരുന്ന N വാസുവിനെതിരെ നേരത്തെ പറഞ്ഞ പോലെ ഗുരുതര പരാമർശങ്ങളാണ് SITയുടെ കസ്റ്റഡി അപേക്ഷയിലുള്ളത്. അതിന്റെ പകർപ്പ് പുറത്തു വന്നിരിക്കുന്നു. ശബരിമല കട്ടിളപ്പാളിയിൽ പതിച്ചിരുന്ന സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ എന്നത് ഒഴിവാക്കി ചെമ്പുപാളികൾ എന്ന് മാത്രം എഴുതിയത് ദേവസ്വം കമ്മീഷണറായിരുന്ന 3ാം പ്രതി വാസുവിന്റെ അറിവോടെയാണെന്ന് കസ്റ്റഡി അപേക്ഷയിൽ വ്യക്തമായി പറയുന്നുണ്ട്. വാതിൽപ്പാളിയിലെ സ്വർണ്ണമോഷണ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ വേണ്ടി നൽകിയ അപേക്ഷയിലാണ് ഈ പരാമർശങ്ങളെല്ലാം ഉണ്ടാകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇതുമായി ബന്ധപ്പെട്ടു കൂടിയാണ് വളരെ പ്രധാനപ്പെട്ട അസാധാരണ നീക്കങ്ങൾ ഹൈക്കോടതിയിൽ നടക്കുന്നത്. നാളെ ഉറ്റുനോക്കേണ്ടി വരും. ശബരിമലയിലെ വാതിൽപ്പാളിയിലെ 409 ഗ്രാം സ്വർണം മോഷണം പോയതുമായി ബന്ധപ്പെട്ട കേസിലാണ് കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം പത്തനംതിട്ട കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യലിന് വേണ്ടി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ അപേക്ഷ നൽകിയത്. ആ അപേക്ഷയിലാണ് അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന, അതായത് 2019 മാർച്ച് 19 ദേവസ്വം കമ്മീഷണറുടെ ചുമതലയിലുണ്ടായിരുന്ന N വാസുവിനെതിരെ ഉൾപ്പെടെ ഗുരുതരമായ പരാമർശങ്ങൾ അടങ്ങുന്ന കസ്റ്റഡി അപേക്ഷയുടെ പകർപ്പിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയുന്ന കാര്യം, ഈ വാതിൽപ്പാളി, അതായത് 42.100 ഗ്രാം ഭാരമുള്ള ഈ വാതിൽപ്പാളി, ആ വാതിൽപ്പാളി ചെമ്പ് കൊണ്ടുള്ള വാതിൽപ്പാളിയായിരുന്നു. ആ ചെമ്പിൽ സ്വർണം പൊതിഞ്ഞ വാതിൽപ്പാളിയായിരുന്നു. അതിലെ സ്വർണം പൊതിഞ്ഞത് എന്ന പരാമർശം ഒഴിവാക്കി ചെമ്പ് എന്ന് മാത്രം എഴുതിയത് 3ാം പ്രതിയായിട്ടുള്ള ദേവസ്വം കമ്മീഷണറുടെ അറിവോടെ എന്നാണ് ഈ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പരാമർശിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വാതിൽപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട് നിലവിൽ വിശദമായി പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിൽ N വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിച്ചു വരുത്താനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ 2019 മാർച്ച് മാസം 19-ാം തീയതി ഇങ്ങനെയൊരു ഉത്തരവ് ഇട്ട N വാസു
2019 മെയ് മാസത്തിലാണ് അവിടെ നിന്ന് ഇത് ഇളക്കി മാറ്റുന്ന തരത്തിലേക്ക്, അതായത് ഈ വാതിൽപ്പാളി ഇളക്കി മാറ്റി അത് സ്മാർട്ട് ക്രിയേഷൻസിന് കൈമാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അത് കൃത്യമായി അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവിന്റെ അറിവോടെയാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഈ കസ്റ്റഡി അപേക്ഷയിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ എൻ വാസുവിന് ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലാണ് ബന്ധമുള്ളത് എന്ന് വ്യക്തമാകുമെന്ന നിഗമനത്തിലാണ് SIT.